ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വെറും കുറഞ്ഞ ചേരുവ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റും. ഈവനിങ് സ്നാക്കൊക്കെ ആകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്ന ഒരു പലഹാരമാണ് കേട്ടോ, ചൂടോടെ കഴിക്കുമ്പോൾ. അപ്പോൾ അതെങ്ങനെയാണെന്ന് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ 1/2 കപ്പ് അളവിൽ തൈരാണ് കേട്ടോ. അപ്പോൾ പുളിയുള്ള തൈരാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മളിത് നല്ല പോലെ ഒന്ന് നേർപ്പിച്ചെടുക്കുന്നുണ്ട്. 1/2 കപ്പ് അളവ് തൈരിലേക്ക് 1 കപ്പ് അളവിലാണ് കേട്ടോ നമ്മൾ വെള്ളം ചേർക്കുന്നത്. അപ്പോൾ അതേപോലെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളൊരു പാന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യാണ്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കായത്തിൻ്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ അതൊന്നും ചേർക്കുന്നില്ല. അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ തൈര് വെള്ള മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊന്ന് നല്ലപോലെ ചൂടാൻ വേണ്ടിയൊക്കെ തുടങ്ങുന്ന ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് ഒരു ചെറിയ ഒരു ഉരുളക്കിഴങ്ങ് നല്ലപോലെ പുഴുങ്ങിയെടുത്തിട്ട് ഒടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം വേവിച്ചതിന് ശേഷം ഒന്ന് ഒടിച്ചെടുക്കാം. അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറക്കരുത്. ഇപ്പോൾ ഏകദേശം പൊട്ടാറ്റോ നല്ലപോലെ മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ തന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും 2 ടീസ്പൂൺ അളവിൽ സവാള പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഓപ്ഷണലാണ്. ഇതും കൂടിയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഉണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് അടച്ച് വെക്കണം. സവാളയും പച്ചമുളകൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ആയതിന് ശേഷം നമ്മളൊരു 2 മിനിറ്റ് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ചൂട് പോകാൻ വേണ്ടി മാറ്റി വെക്കാം. തൈരും റവയും ഉരുളക്കിഴങ്ങും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്തും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ. ആ ഒരു 3 ചേരുവ മാത്രം മതി. ബാക്കിയൊക്കെ പിന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നത് തന്നെയാണല്ലോ. ഇനി ഇത് നമുക്ക് കൈവച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. ഒരു ഓവർ ഫുൾ ചൂട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ ചൂട് തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊരു കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. ഏത് ഷേപ്പിലും നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഉഴുന്നുവടേൻ്റെ ഷേപ്പിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഏറ്റവും ഈസിയും അതുപോലെ നമ്മളെ സ്ഥിരം ഷേപ്പും ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണല്ലോ. അതുകൊണ്ട് ഞാനിതും ആ ഒരു ഷേപ്പിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കൈ വെച്ച് പരത്തിയിട്ട് ചെയ്തെടുക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ല തിളച്ച എണ്ണയിൽ ഇട്ടിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓവർ കുക്കാവാനൊന്നുമില്ല. ജസ്റ്റ് പുറമെ ഒന്ന് ക്രിസ്പിയായി വരേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. നമുക്ക് ഒട്ടും എണ്ണ കുടിക്കാത്തൊരു സ്നാക്ക് തന്നെയാണ് കേട്ടോ ഇത്. ഓവർ എണ്ണ ഒന്നും കുടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണമെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കരിയാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ജസ്റ്റ് ഏകദേശം ഈ ഒരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആർക്കും ഇത് തയ്യാറാക്കി നോക്കാവുന്നതേ ഉള്ളൂ. ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ. അത്രയ്ക്കും നല്ലൊരു റെസിപ്പി തന്നെയാണ്. നമ്മൾ തേങ്ങ ചട്നീൻ്റെ ഒക്കെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ റിവ്യൂ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള പിക്സൊക്കെ ഇൻസ്റ്റാഗ്രാം വഴി സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.